ഇനി ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്കാണ്. സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളാകുന്ന ഉറ്റവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 2023-24 വർഷം റിപ്പോർട്ട് ചെയ്ത 4663 കേസുകളിൽ 988 കുട്ടികൾ സ്വന്തം വീട്ടിൽ വെച്ച് പീഡനത്തിന് ഇരയായി. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 4701 കുട്ടികളാണ് ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. പണ്ട് നമ്മൾ പറയുന്നത് ഏറ്റവും സേഫായിരിക്കുന്നത് കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്നാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലും ഉറ്റവരാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കുട്ടികൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന ഇടങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്തത് എന്ന കണക്കുകൾ തന്നെയാണ് ഈ സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് 4701 കുട്ടികൾ ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ്. അതിൽ 2023-24 വർഷം റിപ്പോർട്ട് ചെയ്ത കണക്ക് പ്രകാരം 4664 കേസുകളിൽ 874 പ്രതികൾ വരുന്നത് ഈ ബന്ധുക്കളും കുടുംബത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ അയൽക്കാരും അധ്യാപകരുമാവുന്ന ആളുകളാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾക്കറിയാം, കൊച്ചിയിൽ അമ്മ കുട്ടിയെ പുഴയിലെറിഞ്ഞ സംഭവം ഒക്കെ തന്നെയും കേരളത്തിലെ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെയും പുറത്തു വരുന്നത്. അത് വലിയ വേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. 2023-24 വർഷത്തെ കണക്കനുസരിച്ച് 4663 കേസുകളിലായി 4701 കുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 5002 പ്രതികളിൽ 439 പേർ കുടുംബാംഗങ്ങളാണ് എന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ നിരവധി കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ കണക്കുകളൊക്കെ തന്നെയും കുട്ടികൾ കുടുംബങ്ങളിൽ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്നതിന് ഉദാഹരണമായി മാറുകയാണ് ദേവിക.